ഹലോ ഫ്രണ്ട്സ്, ലക്കി സ്റ്റാർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ. നമ്മുടെ കുഞ്ഞാറ്റ ഫസ്റ്റ് അംഗൻവാടി, അതായത് നമ്മുടെ സ്കൂളിലേക്ക് അംഗൻവാടിയിലേക്ക് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് പോവുകയാണ്. ഇന്ന് പ്രവേശനോത്സവമാണ്. അതായത് ടീച്ചറിനെ വിളിച്ച് അവർക്ക് 3 വയസ്സായിട്ടില്ല. അടുത്ത മാസമാണ് 3 വയസ്സ് ആകാൻ പോകുന്നത്. പക്ഷെ അന്നേരം ഒരു മാസം മുമ്പേ കൊണ്ടുപോയി ഇരുത്താനൊക്കെ വിചാരിച്ചു. 2 ദിവസം നമ്മൾ കൊണ്ടുപോയി ഇരുത്തിയാണ്, പക്ഷെ അങ്ങനെ ഇരിക്കുന്നില്ല. അപ്പോൾ ടീച്ചർ എന്തായാലും പറഞ്ഞു പേര് ചേർക്കണമെങ്കിൽ 3 വയസ്സാകണം. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കുറച്ച് താമസിച്ചത്. അപ്പോൾ ടീച്ചർ വന്ന് 1-ാം തീയതി കേരളപ്പിറവിയുടെ അന്ന്, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കേരളപ്പിറവിയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും കേരളപ്പിറവിയുടെ ദിനാശംസകളും കൂടെ നേരുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് എന്താവും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്ന് ചെന്നിട്ട് അവരുടെ ഇമ്പോർട്ടൻ്റ് ജീവിതത്തിലെ സ്പെഷ്യൽ ഡേ ആണെന്ന്. അപ്പം ബാക്കി ഞങ്ങൾക്ക് കാണാം. അപ്പച്ചനും കൊടുക്കാതെയോ? ഈശോ കൊടുക്ക്. ഞാൻ അമ്മയ്ക്കോ? അമ്മയ്ക്കോ? അവൾ അങ്കൻവാടിയിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിച്ച് അപ്പച്ചനും അമ്മച്ചിക്ക് ഉമ്മ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ അങ്കൻവാടിയിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അങ്കൻവാടിയിലേക്ക്. ഓൾറെഡി നേരം പോയ അതുകൊണ്ട് അപ്പോൾ അവൾ റെഡിയായി നേരെ സ്കൂളിലേക്ക് കയറി. സ്കൂട്ടിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ നേരെ അങ്കൻവാടിയിലെത്തി. അവിടെ പിള്ളേരൊക്കെ അന്നത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി. അപ്പം പരിപാടി തുടങ്ങിയില്ല, അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അവളും കളിക്കാൻ കൂടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പിള്ളേരുടെ കയ്യിലൊക്കെ ബലൂൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും വേണമെന്ന് കരച്ചിലായി. പിന്നെ ഞാൻ ചെന്ന് അകത്ത് കയറി അവിടെ കെട്ടിത്തൂക്കിയിട്ട് അങ്ങനെ വെച്ചേക്കുന്ന ബലൂണായിരുന്നു. എന്നാലും വേണ്ടില്ല, ഞാൻ ഒരെണ്ണം ബലൂൺ എടുത്ത് കൊടുത്തപ്പോഴേക്കും അവൾക്കും സന്തോഷമായി. വേദനയില്ല കുഞ്ഞാ. അപ്പ പൂവെടുക്കേ. ലൈനായിട്ട് വാ, ലൈനായിട്ട് വാ, ലൈനായിട്ട് വന്നാൽ
ബലൂൺ എടുക്കും. ബലൂൺ ഇത് മതി. ബലൂൺ മതിയാണ്. മതി. മറ്റവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഓരോന്ന് കൊടുക്കും. അതെ, അത് നോക്കിയിരിക്കുന്നതല്ലേ ഞങ്ങൾക്കില്ലേന്ന്.
ഞാൻ പോവാ. പോകുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നോ? ഈ ചെരുപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ചെരുപ്പാണ്. നല്ല സൂപ്പർ ചെരുപ്പാണ്. എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടോ? ഞാ ചെരുപ്പ് ഇഷ്ടപ്പെട്ടോ? പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് നാളെ. പോകുന്നുണ്ടോടി? പോകുന്നില്ലേ? നാളെ മുതൽ പോണേ? പോവോ? എനിക്ക് തരുമോ സ്കെയിലും പെൻസില്? എനിക്ക് തരുമോ? ഇല്ല. പിന്നെ ആർക്കാ കൊടുക്കുന്നേ? ചേട്ടനാണോ കൊടുക്കുന്നേ? എനിക്ക് തരികയില്ല? എനിക്ക് തരികയില്ല? ആരുടെ വരുന്നത്? അമ്മേൻ്റെ കൂടെയാണോ വരുന്നത്? അപ്പയുടെ കൂടെയാണോ വരുന്നത്? ആരുടെ വരുന്നില്ലേ? ഞങ്ങളങ്ങനെ അങ്കൻവാടി പോയിട്ട് വന്നു. അപ്പം ഇന്ന് പ്രവേശനോത്സവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അവിടെ ചെന്നപാടെ അവൾക്ക് അങ്ങനെ ഇരിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. കുസൃതിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ബുക്കും പെൻസിലൊക്കെ കിട്ടി. അതിട്ട് കളിക്കുകയും വരയ്ക്കുകയും ഒക്കെ ആയിരുന്നു. പിന്നെ ബോളൊക്കെ കിട്ടി. പിന്നെ പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് പ്രവേശനോത്സവം കേരളപ്പിറവി ആയതുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പോയതാണ്. അപ്പം നമുക്ക് 3 വയസ്സായിട്ടില്ല. അടുത്ത മാസമാണ് 3 വയസ്സാകുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊണ്ടുപോയി എടുത്താൽ പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഞാൻ കൊണ്ടുപോയി എടുത്തതാണ്. പക്ഷേ അവൾ അങ്ങനെ ഇരിക്കുന്നില്ലായിരുന്നു. അപ്പം ഇനി മുതൽ നാളെ തിങ്കളാഴ്ച മുതൽ ഇരിക്കുമെന്ന് അറിയണം. കൊണ്ടുപോയി എടുക്കുമെന്ന് അറിയത്തില്ല. കരച്ചിലൊക്കെ ആയിരിക്കണം. അപ്പം അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപ്പായി മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നും വേണ്ട, അമ്മമാരാണുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. എന്താ പറയുക, പിള്ളേരായിട്ട് അങ്ങനെ വലിയ കൂട്ടൊന്നുമില്ല. ചെന്നതല്ലേ ഉള്ളൂ. ഇത്രയും പിള്ളേർ ആദ്യമായിട്ടൊക്കെ കാണുന്നതാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. പായസമൊക്കെ കുടിച്ച് സെറ്റായി. ബുക്കും പെൻസിലും കിട്ടി. അതുകൊണ്ടാണ് വരയ്ക്കൽ, കുത്തി വരയ്ക്കലാണ് പരിപാടി. ഇപ്പോഴും അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ, ടാറ്റാ. അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നലെ അങ്കൻവാടി പോയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ ഞാനത് സെറ്റാക്കി വെച്ചിരുന്നു. പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.